27-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം. എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഇത് ചിലരോടുള്ള ഒരു ആത്മീക സന്ദേശമാണ്. തല കുനിച്ചു ജീവിക്കുന്ന ചിലരോട് കർത്താവ് സംസാരിക്കുക, നിങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ നിങ്ങളുടെ തല ഉയരുവാൻ പോകും. എന്താണ് ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം? ഒരു മനുഷ്യൻ ദൈവത്തോട് പറയുകയാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ഒരു മനുഷ്യന്റെ ആത്മീക ആഗ്രഹങ്ങളെല്ലാം കൂടെ അവൻ കർത്താവിന്റെ അടുക്കൽ ചെന്ന് പറയുക, എനിക്ക് ഭൗതിക അനുഗ്രഹത്തെക്കാൾ വലുത് ആത്മീക അനുഗ്രഹമാണ്. ബൈബിളിന് ഒരു സിസ്റ്റമുണ്ട്. ആത്മീയ കാര്യത്തിൽ ആര് മുൻഗണന കൊടുക്കുന്നോ അവരുടെ ഭൗതിക കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കോളും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ആത്മീയ കാര്യങ്ങൾ ആരാഗ്രഹിക്കുന്നു അവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യം, അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അപ്പൊ അവിടെ എഴുതിയിരിക്കുകയാണ്, അനർത്ഥ ദിവസം വരുമ്പോൾ എന്നെ കൂടാരത്തിൽ എൻ്റെ ദൈവം ഒളിപ്പിക്കും. ആത്മീകമായി ആഗ്രഹിച്ചവന്റെ കാര്യം, തിരുനിവാസത്തിന്റെ മറവിൽ അവനെ മറയ്ക്കും, പാറമേൽ അവനെ ഉയർത്തും. ഏതാ പാറ? ക്രിസ്തു എന്ന പാറ. ഇതൊരു ദൈവവൈതന്നെ ദൈവം സൂക്ഷിക്കുന്ന വഴികളാണ്. എന്നിട്ട് അടുത്ത ഭാഗമായി എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ശത്രുവിന്റെ മുമ്പിൽ നിന്റെ തല ഉയരത്തക്ക രീതിയിലുള്ള പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടണമെങ്കിൽ നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ആത്മീകമായ കാര്യങ്ങൾ ആഗ്രഹിക്കണം. ഇന്ന് മനുഷ്യൻ ഭൗതികതയുടെ പുറകിലാണ്. അല്ല, ആത്മീകതയുടെ പുറകിൽ ആര് യാത്ര ചെയ്യുന്നോ അവിടെ എല്ലാ അനുഗ്രഹങ്ങളും അവന്റെ പുറകെ വരും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരും. നമുക്കൊന്നിച്ചു പറയാം, എന്റെ ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഒന്നിച്ച് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മീയ ആഗ്രഹം കൊണ്ട് ഓരോ ദിവസവും മുന്നേറാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ തല ശത്രുക്കളുടെ മുൻപാകെ ഉയരുവാൻ സമയമായി. ഗോഡ് ബ്ലസ് യു.